അക്കാദമിയിലെ ഹയർ സെക്കൻഡറി കൊമേഴ്സ് വിഭാഗം ഇക്കണോമിക്സ് അധ്യാപകനാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എക്കണോമിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, നമ്മൾ ഒന്നാം വർഷം ഇക്കണോമിക്സ് പഠിച്ചപ്പോൾ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നത് മുതലാണ് നമ്മൾ ചർച്ച ചെയ്തത്. കാരണം അവിടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഇവിടെ സെക്കൻഡ് ഇയർ ഇക്കണോമിക്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇക്കണോമിക്സിന് വിവിധങ്ങളായിട്ടുള്ള ഡെഫിനിഷൻ വ്യത്യസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ നൽകിയിട്ടുണ്ട്. ആ ഡെഫിനിഷൻ മുതലാണ് നമ്മൾ ഇവിടെ തുടങ്ങുന്നത്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഇക്കണോമിക്സിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. രണ്ട് ഭാഗങ്ങളിൽ ഒന്ന് മൈക്രോ ഇക്കണോമിക്സ് എന്നും മറ്റൊന്ന് മാക്രോ ഇക്കണോമിക്സ് എന്നും പറയും. മലയാളത്തിൽ പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമെന്നും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമെന്നും രണ്ടായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കുന്നു. അപ്പൊ ഇവിടെ എക്കണോമിക്സ് എന്ന ആ ഒരു ടേമിനെ തന്നെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ്? മാക്രോ ഇക്കണോമിക്സ് ആൻഡ് മൈക്രോ ഇക്കണോമിക്സ്. അപ്പൊ സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുന്നത് മാക്രോ എക്കണോമിക്സിന്റെ 5 ചാപ്റ്ററും മൈക്രോ എക്കണോമിക്സിലെ 5 ചാപ്റ്ററുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മൈക്രോ എന്താണെന്നും മാക്രോ എന്താണെന്നും നമുക്ക് ചർച്ച ചെയ്യാം. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിന്റെ ആ വാക്കിനകത്ത് തന്നെ അതിന്റെ അർത്ഥമുണ്ട്. സ്മോൾ അല്ലെങ്കിൽ ചെറുതെന്ന് പറയും. അപ്പം മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റഡി ഓൺ എ സ്മാൾ പാർട്ട് ഓഫ് ദ ഇക്കോണമി. ഒരു ഇക്കോണമിയിലെ ഒരു ചെറിയ ഭാഗത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നു. അതിനെ നമ്മൾ മൈക്രോ എന്ന് പറയും. നമുക്ക് എക്സാമ്പിൾ പിന്നെ ചർച്ച ചെയ്യാം. ദെൻ മൈക്രോയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇറ്റ് ഈസ് എ ലാർജ് പാർട്ട് ഓഫ് ആൻ ഇക്കോണമി. ഇറ്റ് സ്റ്റഡി ഓൺ എ ലാർജ് പാർട്ട് ഓഫ് ആൻ ഇക്കോണമി. ഒരു ഇക്കോണമിയിലെ മൊത്തത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിനെ നമ്മൾ മാക്രോ ഇക്കണോമിക്സ് അല്ലെങ്കിൽ അഗ്രഗേറ്റ് ഇക്കണോമിക്സ് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിളിലൂടെ നമ്മളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് എ സ്റ്റഡി ഓഫ് എ ഫോറസ്റ്റ്. ഒരു ഫോറസ്റ്റിലെ നമ്മൾ ചർച്ച ചെയ്യും. ആ ഫോറസ്റ്റിലെ ഒരു പർട്ടിക്കുലർ ട്രീയെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്യും. ഇതിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടും? മൈക്രോ എന്ന പേരിൽ അറിയപ്പെടും. ഇനി ആ ഫോറസ്റ്റിനെ മൊത്തത്തിൽ പഠിക്കുന്നതിനെയോ ദ സ്റ്റഡി ഓഫ് ഓൾ ഫോറസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലോ മാക്രോ എന്ന് പറയും. ഇതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ ഇത്രമാണ്. അപ്പോ നമ്മൾ ചർച്ച ചെയ്തത് ഇവിടെയാണ് മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് നമ്മൾ ഡിവൈഡ് ചെയ്തു. ആ മൈക്രോ എന്താണെന്നും മാക്രോ എന്താണെന്നും നമ്മൾ പറഞ്ഞു. മൈക്രോ എക്കണോമിക്സിനും മാക്രോ എക്കണോമിക്സിനും വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. നമ്മൾ ചർച്ച ചെയ്തത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും എന്താണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് വരുന്നു. ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് എവല്യൂഷൻ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയും, അല്ലെ? എവല്യൂഷൻ ഓഫ് ഇക്കണോമിക്സ്. അപ്പം എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആവിർഭാവം എന്നതാണ് അതിന്റെ അർത്ഥം. ആവിർഭാവം എന്ന് പറഞ്ഞാൽ എന്തിന്റെ ആവിർഭാവം? ഇക്കണോമിക്സിന്റെ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആവിർഭാവം എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൽ, ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ചാപ്റ്ററിൽ പ്രധാനമായും നമ്മൾ 4 കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഈ ഒന്നാമത്തെ നമ്മുടെ എവല്യൂഷൻ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 4 കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ്. അപ്പൊ നമുക്ക് ഒരു സംശയം വരാം, ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്ത ഡെഫിനേഷൻ ഉണ്ടോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിലേക്ക് വരാം. ഇവിടെ സാമ്പത്തിക ശാസ്ത്രത്തിന് കാലാനുഗതമായി മാറ്റങ്ങൾ സംഭവിക്കുന്നതിനനുസൃതമായിട്ട് വ്യത്യസ്ത ധനതത്വ ശാസ്ത്രജ്ഞന്മാർ, അതായത് ഇക്കോണമിസ്റ്റുകൾ, അവരവരുടേതായ അഭിപ്രായത്തിൽ എക്കണോമിക്സിന് വ്യത്യസ്ത നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 4 പേരുടെ നിർവചനങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അതാണ് ഒന്നാമത് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയും. അത് ഒന്നാമത്തെ വിഷയം. 2, നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര പ്രശ്നം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അതിന് നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്, സമ്പദ് വ്യവസ്ഥയ്ക്ക് നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനത്തെക്കുറിച്ചും അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മളിവിടെ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ ഇക്കോണമി എന്ന ആ ഒരു തലക്കെട്ടിൽ നമ്മൾ പഠിക്കുന്നത്, രണ്ടാമത്തെ സബ്ജക്ട്. ഇനി മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ഉൽപാദന സാധ്യത എന്ന് നമ്മൾ പറയും ഇവിടെ.
അപ്പോ ഉൽപാദന സാധ്യതയുടെ അതിര്, ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ അതിരെന്ന് പറയും, അതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഉൽപാദന സാധ്യതയുടെ അതിര് എത്രമാത്രമുണ്ട് എന്നതാണ് നമ്മളിവിടെ മൂന്നാമതായി ചർച്ച ചെയ്യുന്നത്. ദെൻ നാലാമതായി നമ്മൾ പറയുന്നു ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് ഒരു ഇക്കണോമിക്സ് ആക്ടിവിറ്റിയെ നമ്മൾ പ്രധാനമായി മൂന്നായി തരംതിരിക്കുന്നു. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് ഇക്കോണമി, മിക്സഡ് ഇക്കോണമി എന്നൊക്കെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നമ്മൾ പറയപ്പെടുന്നു. അങ്ങനെ ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. അതിൽ ഒന്നാമത് നമുക്ക് പറയാം ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയാം. അപ്പോ ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ ആണ്. നമ്മൾ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരാനുള്ളത്. അതൊന്നും കൂടെ ഞാൻ ആവർത്തിക്കും. എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഡെഫിനിഷൻ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇക്കോണമിക്സിന്റെ പിതാവ്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് നമുക്കറിയാം. ആരാണ്? നിങ്ങളോട് സെക്കൻഡറി വിദ്യാർത്ഥികളോട് അത് പറയേണ്ട കാര്യമില്ല. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് ആണ്. അപ്പം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായ ആഡം സ്മിത്ത് 1776 ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ആ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. നമ്മൾ അന്ന് പറഞ്ഞല്ലോ, ചുരുക്കി പറഞ്ഞാൽ മതി, വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ അദ്ദേഹം എക്കണോമിക്സിന് ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. ആ നിർവചനത്തിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്. എന്താ? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത്. സമ്പത്തിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് ഏതെന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രമെന്ന് ആര് പഠിപ്പിച്ചു? നമ്മളെ ആഡം സ്മിത്ത് പഠിപ്പിച്ചു. അപ്പൊ നമുക്കൊരു ചോദ്യം വരാം, ഇത് പറയാനാണെങ്കിൽ ആഡം സ്മിത്ത് വരേണ്ട കാര്യമില്ലല്ലോ, നമുക്കൊരു ചോദ്യം വരാം. പക്ഷെ ഇവിടെ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം വ്യക്തമായ പഠനങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. സമ്പത്തിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്. സമ്പത്തിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ, ആ പുസ്തകത്തിന്റെ പേര് നമ്മൾ പറഞ്ഞു, വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് എക്കണോമിക്സിന്റെ വെൽത്ത് ഡെഫിനിഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ആഡം സ്മിത്ത് കൊണ്ടുവന്ന ഡെഫിനിഷനാണ്. ആഡം സ്മിത്ത് കൊണ്ടുവന്ന ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ആ ഡെഫിനിഷൻ കൊണ്ടുവന്നത്. ആ ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് വെൽത്ത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെ പറയപ്പെടുന്ന പേരാണ് വെൽത്ത് ഡെഫിനിഷൻ എന്ന പേരിൽ അറിയപ്പെടും. ഇത് പേര് അറിയപ്പെടും വെൽത്ത് ഡെഫിനിഷൻ. ആ വെൽത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ആഡം സ്മിത്ത്. ഇദ്ദേഹമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കും. നമ്മൾ രണ്ടാമത്തെ ഡെഫിനിഷനിലേക്ക് നമ്മൾ വരുന്നു. കാരണം കാലാനുഗതമായി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഓരോരുത്തരും മറ്റൊരാളെ കൗണ്ടർ ചെയ്യുന്ന തരത്തിലായിരിക്കും ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. അത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന രണ്ടാമത് പറയുന്നത് വെൽഫെയർ ഡെഫിനിഷൻ. വെൽഫെയർ ഡെഫിനിഷൻ കൊണ്ടുവന്ന വ്യക്തിയെ നമുക്കറിയാം ആൽഫ്രഡ് മാർഷൽ ആണ്. അപ്പൊ ആ ഒരു വാക്കിനകത്ത് തന്നെയുണ്ട് അതിന്റെ അർത്ഥം. എന്താ? വെൽഫെയർ, ക്ഷേമം. അപ്പൊ എന്താ? ക്ഷേമ നിർവചനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോ ഇവിടെ ക്ഷേമ നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെൽഫെയർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. എക്കണോമിക്സ് ഇസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്. അപ്പോ ഒരു മനുഷ്യന്റെ നിത്യജീവിതത്തെ പറ്റി പഠിക്കുന്നു, അത്രേ ഉള്ളൂ. സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. സാധാരണ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് ഏതെന്ന് പറയപ്പെടുന്നത് വെൽഫെയർ ഡെഫിനിഷൻ എന്ന് ആര് പഠിപ്പിച്ചു? നമ്മളെ ആൽഫ്രഡ് മാർഷൽ പഠിപ്പിച്ചു. പക്ഷെ ഈ ഡെഫിനിഷന് 2 സൈഡാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇറ്റ് എക്സാമിൻ, അതിന് ഞാൻ ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് നോക്കേ, എക്സാമിൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് മാൻ. ഏറ്റവും പ്രധാനമായും ആരെക്കുറിച്ച് പഠിക്കുന്നു? മനുഷ്യരെ പറ്റി പഠിക്കുന്നു. പക്ഷെ അതിന്റെ മറ്റൊരു സൈഡ് ഉണ്ട്. ആ സൈഡിൽ നമ്മൾ എന്തിനെ പറ്റി പഠിക്കുന്നു? വെൽത്തിനെ പറ്റിയും പഠിക്കുന്നു. അപ്പോ വെൽഫെയർ ഡെഫിനിഷന് 2 ഭാഗമായിട്ടാണ് പറയുന്നത്. ഒന്ന് മനുഷ്യരെ പറ്റി പഠിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് എന്തിനെ പറ്റി പഠിക്കുന്നു? സമ്പത്തിനെ പറ്റി പഠിക്കുന്നു. അപ്പോ ആഡം സ്മിത്ത് പറഞ്ഞത് വെൽത്തിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണെന്ന് പറഞ്ഞത്. ആൽഫ്രഡ് മാർഷൽ എന്തിനെ കുറിച്ച് പഠിക്കുന്നു എന്ന് പറഞ്ഞു? മനുഷ്യനെ പറ്റിയും പഠിക്കണം, എന്തിനെ പറ്റിയും പഠിക്കണം, സമ്പത്തിനെ പറ്റിയും പഠിക്കണം. അതാണ് വ്യത്യാസം. ആൽഫ്രഡ് മാർഷൽ കൊണ്ടുവന്ന ഡെഫിനിഷന്റെ വ്യത്യാസം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
ദെൻ മൂന്നാമത്തെ ഒരു ഡെഫിനേഷൻ സ്കേഴ്സിറ്റി. സ്കേഴ്സിറ്റി എന്താ പറയുന്നതിന്റെ അർത്ഥം? ദൗർലഭ്യം അല്ലേ? അപ്പം സ്കേഴ്സിറ്റി ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗർലഭ്യമുള്ള നിർവചനം അല്ലെങ്കിൽ ദൗർലഭ്യ നിർവചനം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഇവിടെ സ്കേഴ്സിറ്റി ഡെഫിനേഷൻ കൊണ്ടുവന്ന വ്യക്തിയുടെ പേരാണ് ആരെന്ന് പറയുന്നത്? ലയണൽ റോബിൻസൺ എന്ന് പറയുന്നത്. ആരാണ്? ലയണൽ റോബിൻസൺ. അപ്പം ഇദ്ദേഹം കൊണ്ടുവന്ന ഡെഫിനേഷനിലേക്ക് നമുക്ക് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് സ്കേഴ്സിറ്റി എന്ന വാക്കിനെ നമുക്ക് നിർവചിക്കാം. ദൗർലഭ്യം. അപ്പൊ ഇവിടെ ഒരു കാര്യം ഓർത്തിരുന്നോണം, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്താണ്? അനന്തമാണ്. അതൊരു തിയറിയാണ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അനന്തമാണ്. ബട്ട് ദ റിസോഴ്സസ് ഈസ് സ്കെയർഡ്. റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് സൊല്യൂഷൻ വേണമല്ലോ. അപ്പൊ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ ഇക്കണോമിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത് ദ എക്സിസ്റ്റിംഗ് റിസോഴ്സസ്, നിലവിലുള്ള വിഭവങ്ങളെ പൂർണ്ണമായും നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറയുന്നു? ഫുള്ളി യൂട്ടിലൈസ്ഡ്, പൂർണ്ണമായും നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം വിഭവങ്ങൾ വളരെ കുറവാണ്, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്തുവാ? ദ എക്സിസ്റ്റിംഗ് റിസോഴ്സസ്, നിലവിലുള്ള വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗർലഭ്യം എന്നതാണ് അർത്ഥം. അപ്പൊ ഈ ഡെഫിനേഷനിലേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ ഈ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. അപ്പോ എന്താ പറഞ്ഞാൽ ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് ദ റിസോഴ്സസ് ആർ സ്കേഴ്സ്, സോ ദ എക്സിസ്റ്റിംഗ് റിസോഴ്സസ് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്. അതാണ്, അതൊരു സിദ്ധാന്തമാണ്, എക്കണോമിക്സിന്റെ ഒരു തിയറിയാണ്. ഞാൻ ഇപ്പോ ഈ പറഞ്ഞ തിയറിയുടെ വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ ഡെഫിനേഷനിലേക്ക് വരാം. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മള് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻസ് ആണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻസ് ആണ്, വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കെയർസ് വിച്ച് ഹാവ് ആൻ ആൾട്ടർനേറ്റീവ് യൂസസ്. അതായത് മനുഷ്യന്റെ ആവശ്യങ്ങളും അതിന്റെ ബദൽ ഉപയോഗങ്ങളും, എന്നുള്ള നിലയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് ഏതെന്ന് പറയുന്നത്? സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത് അല്ലെ? മനുഷ്യന്റെ ആവശ്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടക്ഷന്റെ ആ ഒരു നിർവചനം ഇപ്പൊ ഇവിടെ ഓർത്തിരുന്നോണം. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മനുഷ്യന്റെ ആവശ്യങ്ങൾ അനന്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ആവശ്യങ്ങൾ അനന്തമാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇവിടെ ഓർത്തിരുന്നോണം എൻഡ്സ് ആൻഡ് സ്കെയർസ് എന്നാ പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ആവശ്യങ്ങളും അതിന്റെ ബദൽ ഉപയോഗങ്ങളും എന്നുള്ള നിലയിൽ മനുഷ്യന്റെ എന്തിനെ പറ്റി പഠിക്കുന്നു? പെരുമാറ്റത്തെ പറ്റി പഠിക്കുന്നു. ഇതാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗർലഭ്യമാണ്. ആവശ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങൾ അനന്തമാണല്ലോ അല്ലെ? ആ അനന്തമായ ആവശ്യങ്ങൾ നിലനിൽക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ വളരെ കുറവാണ്. അപ്പം അതിനെ തമ്മിൽ താരതമ്യ പഠനം നടത്തുകയാണ് എന്ത് ചെയ്യുന്നത്? സ്കേഴ്സിറ്റി ഡെഫിനിഷനിലൂടെ നമ്മൾ നടത്തുന്നത്. ഇത് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് ലയണൽ റോബിൻസ് എന്ന് പറയും. എന്താണ് ഇക്കോണമിസ്റ്റിന്റെ പേര്? മറന്നു പോകരുത്, ലയണൽ റോബിൻസ് എന്ന് പറയപ്പെടും. അപ്പോ ഈ പ്രധാനമായും മൂന്നാമത്തെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നു സ്കേഴ്സിറ്റി. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗർലഭ്യം. അപ്പൊ മൂന്നാമത്തെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞു. അപ്പൊ 1 വെൽത്ത് ഡെഫിനിഷൻ, 2 വെൽഫെയർ ഡെഫിനിഷൻ, 3 സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. പ്രധാനമായും നമ്മൾ ഈ ഇക്കോണമിസ്റ്റിന്റെ പേരൊക്കെ ഓർത്തിരുന്നതാണ്. കാരണം എക്സാമിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ പറയപ്പെടുന്ന ഇക്കോണമിസ്റ്റിന്റെ പേരും തരും ഈ ഡെഫിനിഷനും തരും. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തരാം. അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. കാരണം നമ്മൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡെഫിനിഷൻ തന്ന് ഈ പറയപ്പെടുന്ന ഇക്കോണമിസ്റ്റിന്റെ പേരുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുമൊക്കെ കൊടുത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഓർത്തിരുന്നോണം. വെൽത്ത് ആരാണ്, വെൽഫെയർ ആരാണ് കൊണ്ടുവന്നത്, സ്കേഴ്സിറ്റി ആരാണ് കൊണ്ടുവന്നത് എന്നത് നമ്മൾ ഓർത്തിരുന്നോണം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഡെഫിനിഷൻ അവിടെ അവസാനിച്ചു. ഇനി നമ്മുടെ നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡെഫിനിഷനിലേക്ക് നമ്മൾ വരുന്നു. ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയും. നാലാമത്തെ ഡെഫിനിഷൻ ഗ്രോത്ത് ഡെഫിനിഷൻ. ഗ്രോത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്ന വ്യക്തിയാണ് പോൾ എ സാമുവൽസൺ എന്ന് പറയും. ആരാണ്? പോൾ എ സാമുവൽസൺ. അപ്പം ആ വാക്ക് ഗ്രോത്ത്, എന്താ വളർച്ച എന്ന് പറയും. അപ്പം വളർച്ച ഡെഫിനിഷൻ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഗ്രോത്തിന് ഒരു നിർവചനം നമുക്ക് കൊടുക്കാനായി സാധിക്കും. അതായത് എന്താ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ദ സോഷ്യോ ഇക്കണോമിക് സ്ട്രക്ചർ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഏതെന്ന് പറയുന്നത്? ഗ്രോത്ത് അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത്? ഗ്രോത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്
അപ്പൊ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഏതെന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഗ്രോത്ത് ഡെഫിനിഷനിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതും അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഒരു ഉൽപാദന പ്രക്രിയയില് അല്ലെങ്കിൽ ഉൽപാദകരോ അല്ലെങ്കിൽ സംഘാടകരോ ഉൽപാദിപ്പിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയാണ് അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പോൾ എസ് സാമുവൽസൺ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതാണ്. ഒരു ഉൽപാദന പ്രക്രിയയിൽ ഉൽപാദനം എങ്ങനെ നടക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയപ്പെടുന്നു. ആ ഉൽപാദനം അല്ലെങ്കിൽ ഉൽപാദിപ്പിച്ച ഉൽപ്പന്നം ആർക്കത് എങ്ങനെ വിതരണം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. ആ വിതരണം ചെയ്യുന്ന സാധനം കൃത്യമായിട്ട് അതിനുള്ള കൈമാറ്റ രീതി നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. ഇതെല്ലാം എവിടെയാണ് ചർച്ച ചെയ്യുന്നത്, ഈ ഗ്രോത്ത് ഡെഫിനിഷൻ. അതാണ് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞത് സോഷ്യോ ഇക്കണോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോഗ്രസീവ് ചേഞ്ചസ്. എന്താ പറയുന്നത്, പ്രോഗ്രസീവ് ചേഞ്ചസ്. എവിടത്തെ, ഏത് മേഖലയിലെ, സോഷ്യോ ഇക്കണോമിക് സ്ട്രക്ചർ, സാമൂഹിക സാമ്പത്തിക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഈ പറയപ്പെടുന്ന ഗ്രോത്ത് എന്ന് നമ്മൾ പറയപ്പെടുന്നു. ഇത് കൊണ്ടുവന്ന വ്യക്തിയാണ് ആരെന്ന് പറയപ്പെടുന്നത്, പോൾ എ സാമുവൽസൺ എന്ന് പറയപ്പെടുന്നു. ഗ്രോത്ത് ഡെഫിനേഷൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ആൻഡ് സൊസൈറ്റി choose with or without the use of money to employ scarce resources which could have an alternative uses to produce various commodities over time and distribute them for consumption now and in future among various persons and group of a society എന്നൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അതായത് ഇവിടെ നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഹൗ പീപ്പിൾ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിതൗട്ട് ദ യൂസ് ഓഫ് മണി ടു എംപ്ലോയ് സ്കേഴ്സ് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളോ സംഘടനകളോ ഒക്കെ പണം ഉപയോഗിച്ചോ അല്ലാതെയോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ദൗർലഭ്യമുള്ള വിഭവങ്ങൾ വെച്ചിട്ടായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒന്നിലധികമുള്ള വിഭവങ്ങൾ വെച്ചിട്ടായിക്കൊള്ളട്ടെ, എന്തായിരുന്നാലും അവർ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും അവയുടെ വിതരണത്തെ പറ്റിയും പഠിക്കുന്ന ശാസ്ത്രമാണ് ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് വലിയ ഒരു ഡെഫിനിഷൻ ആണെങ്കിൽ പോലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഉൽപാദനത്തെ പറ്റിയും അതിന്റെ വിതരണത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് ഏതെന്ന് പറയുന്നത്, ഈ ഗ്രോത്ത് എന്ന് പറയുന്നത്. അല്ല, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ ഡെഫിനിഷൻ വളരെ വിശാലമായിട്ട് പോൾ എ സാമുവൽസൺ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഹൗ പീപ്പിൾ ആൻഡ് സൊസൈറ്റി ചൂസ് which are without the use of money to employ scarce resources which could have an alternative uses എന്ന് വളരെ വിശാലമായിട്ട് നമ്മുടെ ആര് പറയുന്നുണ്ട്, നമ്മുടെ പോൾ എ സാമുവൽസൺ പറയുന്നുണ്ട്. അതിന്റെ ചുരുക്ക രൂപം ഇതാണ്. പണം ഉപയോഗിച്ചോ അല്ലാതെയോ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സംഘടനകളോ വ്യക്തികളോ ആയിക്കൊള്ളട്ടെ, അവരെന്ത് ചെയ്യുന്നു പറയുന്നു, ഉൽപാദനം അല്ലെങ്കിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ വിതരണം ചെയ്യുന്നതിനെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രമാണ് എന്ന് പറയപ്പെടുന്നത് ഗ്രോത്ത് ഡെഫിനിഷൻ എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ 4 ഡെഫിനിഷനാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ പറയുന്നു വെൽത്ത്, വെൽഫെയർ, സ്കേഴ്സിറ്റി, ഗ്രോത്ത്. ഈ 4 ഡെഫിനിഷൻ കൃത്യമായി നമ്മൾ പറഞ്ഞിരിക്കണം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ പറ്റി പഠിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. കാരണം ഇതിനെല്ലാത്തിന്റെയും ഫ്രണ്ടിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സയൻസ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സയൻസ്, ഒരു ശാസ്ത്രമാണ്, അല്ലെ? വിച്ച് ഡീൽസ്, ഇനി നമുക്ക് പിന്നെ പറഞ്ഞാൽ മതി, വിച്ച് ഡീൽസ് വിത്ത്, എന്തിനെ കുറിച്ച് കൈകാര്യം ചെയ്യുന്നു, വെൽത്ത്. അപ്പൊ ഒന്നാമത്തെ ഡെഫിനേഷൻ നമ്മൾ പറയുന്നു വെൽത്ത് എന്ന് പറയുന്നു. രണ്ടാമത്തെ വെൽഫെയർ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ക്ഷേമത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. മൂന്നാമത്തെ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞു. നാലാമത്തെ ഗ്രോത്ത് എന്ന് പറഞ്ഞു. ഈ 4 ഡെഫിനേഷൻ നമ്മൾ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്യാം, എക്കണോമിക്സ് ഇസ് എ സയൻസ് എന്ന് നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ 4 ഡെഫിനേഷൻ കൃത്യമായി പഠിക്കുക. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് പിന്നീട് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമ്മുടെ ചുരുങ്ങിയ സമയമാണ്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഡെഫിനിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്കണോമിക്സിന്റെ എന്താ പറയുക ഡിവിഷൻസ്, മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നുള്ള ഡിവിഷൻസ്, അതുപോലെ തന്നെ എന്താണ് മൈക്രോ എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് മാക്രോ എന്ന് പറഞ്ഞു. മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓർത്തിരുന്നോണം, ഞാൻ ഈ മാക്രോ മൈക്രോ പറഞ്ഞതിന്റെ ആ ഒരു ആശയം ഇവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ എക്സാമിന് ചോദിക്കുന്നത്. നമുക്കത് പഠിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് തുടക്കത്തിൽ തന്നെ ഞാൻ അത് അവിടെ ചർച്ച ചെയ്തത്. അപ്പൊ നമ്മളത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിക്കുക. ഇതിന്റെ നോട്ട്സ് കൃത്യമായി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്തിട്ട് ഇതിന്റെ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലേക്ക് അത് ഫോർവേഡ് ചെയ്യുക. കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് അത് ഫോർവേഡ് ചെയ്യുക. കാരണം ഇത് നമ്മൾ ഫോർവേഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി നമ്മൾ കാണുന്നതുവരെ ബൈ ഫ്രം ഹാരിസ്. ഓക്കെ.